മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്ന മാധ്യമങ്ങളോട് അതിലേക്ക് തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കും, കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സമീപനം തുടർന്നിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത്. അല്ല, അങ്ങ് തന്നെ ഇതൊന്നും എടുത്ത് വായിക്കും. അല്ല പറഞ്ഞാൽ പോരല്ലോ, വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അങ്ങ് വായിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുന്നത് എന്താണ്? എപ്പോഴാണ് ഞാൻ അപ്പോയിൻമെന്റിന് കത്ത് കൊടുത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം, നിങ്ങൾ ജന്മഭൂമി വാർത്ത കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. ജന്മഭൂമിയുടെ വാർത്തയ്ക്കകത്ത് ഇന്നലെയുടെ ടൈം ലൈനിൽ കിടക്കുന്നത് ആ ജന്മഭൂമി വാർത്തയ്ക്കകത്ത് അതിൻ്റെ തലേ ദിവസം കൊടുത്തു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ട് എന്നോട് ചോദിച്ചു കൊടുത്തതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടോ, അതിൻ്റെ അന്നേരം തന്നെ ഞാനത് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും എന്നുള്ള പറഞ്ഞതും വളരെ വ്യക്തമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിൻമെൻറ്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 12-ാം തീയതി സ്പീക്കർ മിനിസ്റ്റർക്ക് പോകാനുള്ള അനുമതി മിനിസ്റ്റർക്ക് തരുന്നു. 12-ാം തീയതി തന്നെ തരുന്നു കേന്ദ്രമന്ത്രിയെ കാണാനുള്ള. നദ്ദയുടെ ഓഫീസ് പറയുന്നത് ബുധനാഴ്ച രാത്രിയോട് കൂടിയാണ്. അല്ല, ഞാൻ അങ്ങോട്ട് പേരെന്താ, എനിക്ക് വ്യക്തിപരമായ പ്രശ്നമില്ല. നിങ്ങളുടെ സ്ഥാപനത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെ പ്രശ്നമാണ്. ഷാമിനോട് എനിക്ക് ഇതില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2016 മുതൽ ഇത് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി ഏഷ്യാനെറ്റ് ന്യൂസിനോട് നിങ്ങളുടെ സമീപനങ്ങളോട് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന നിങ്ങൾ ഉയർത്തുന്ന എനിക്കെതിരെയുള്ള ആക്രമണത്തോട് ഞാൻ വളരെ കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ് പോകുന്നുള്ളൂ. ഞാൻ ഈ വിഷയം മാതൃഭൂമിയുടെ റിപ്പോർട്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് കൊടുത്തത്, 12-ാം തീയതി അനുവാദം തന്നില്ലേ, എന്തുകൊണ്ട് 12-ാം തീയതി ചോദിച്ചില്ല? ഞാൻ ആ സാഹചര്യം വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇവിടെ ഇവർ വീണ്ടും സമരത്തിലേക്ക് നിരാഹാരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് 6 മാസം മുൻപ് ഞാൻ ഈ ഒരു സമരം അതിനു മുൻപ് സംഘടനകളെല്ലാം തന്നെ അതിൽ CIT-യുടെയും INTUC-യുടെയും STU-വിൻ്റെയും ഒക്കെ സംഘടനകൾ വന്ന് പറയുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുള്ളത്. അതിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ്? ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഡൽഹിയിൽ ഞാൻ നൽകിയ ബൈറ്റ് കൂടി ശ്രദ്ധിക്കുക. ആ ബൈറ്റിൽ എന്താണ് പറയുന്നത്? അതായത് അദ്ദേഹം പാർലമെൻറ്റിൻ്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തരുമ്പോൾ കാണും, അല്ലെങ്കിൽ ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് നേരത്തെ കാണിച്ച CPM-ന്റെ പ്രകടന പത്രികയിലെ സാമൂഹ്യ സുരക്ഷ, അതെ, ഇത് പോളിസിയും അംഗനവാടി ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം 700 രൂപ. അല്ല, ഇതിൽ പറയട്ടെ, അല്ല അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്നാണ് വായിക്കാനെന്ന് പറയൂ. ഇതിനകത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും, ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ. ഇതാണ് നിങ്ങൾ ഇതാണ് വായിക്കുന്നത്. സഹകരണം CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അതിനകത്ത് അനുബന്ധം ഇനം 890 ഇതിനകത്ത് ഒരു കാര്യം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് CPM-ന്റെ വെബ്സൈറ്റ് ആണ്, നോക്കൂ. അല്ല, CPM-ന്റെ വെബ്സൈറ്റിലുള്ളത് നിങ്ങൾ വേഗത്തിൽ കിട്ടാവുന്ന ഒരു രേഖയാണ്. അല്ല, വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കണം. നിങ്ങൾ കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കാം. ഇത് നോക്കൂ, CPIM Kerala.org. നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ, ഇത് വളരെ കഷ്ടമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു. ഇത് കേന്ദ്രം. ഞാൻ പിന്നോട്ട് പോയില്ല. മിനിസ്റ്റർ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പരിശോധിച്ചു. ഇപ്പൊ എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു സാധനമാണിത്, ഞാൻ നോക്കിയതാണ്. നിങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പരിശോധിക്കണം. നിങ്ങൾ ഇതൂടെ വായിക്കൂ. ഇതിന്റെ അവസാനത്തെ ഈ അനുബന്ധം ഇതെന്ന് പറയൂ. സാമൂഹ്യ സുരക്ഷ നിങ്ങൾ പറഞ്ഞ 44-ാമത്തേതാണിത്. നോക്കൂ, LDF-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 44-ൽ അനുബന്ധം ഇനം 890-900 ആ അനുബന്ധമാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ ഇതാണ് നിങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ അല്ലെന്നേ, ഇതിനകത്ത് ബാക്കി നിങ്ങൾ എന്താ വായിക്കാത്തത്? ഇതിനകത്തൊന്നും അധികം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ.
നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമുള്ള വാർത്ത കൊടുക്കുന്നതല്ല. ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ എനിക്ക് കിട്ടിയ രേഖയിലാണ് ഞാൻ പറയുന്നത്. ആ രേഖ ജോർജ് ശരിയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഓണറേറിയുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാരുടെ ഓണറേറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്ക് ലഭ്യമായ രേഖകളിൽ ഏറ്റവും ഒടുവിലുള്ള അനുബന്ധം കൂടി വായിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാർത്ത കൊടുത്തോളൂ എന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. ചില മാധ്യമങ്ങൾ അജണ്ടയോടുകൂടി പെരുമാറുന്നു, നിങ്ങൾക്ക് തോന്നിയതുപോലെ വാർത്താക്കുറിപ്പ് നൽകുന്നു എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്.